ഹായ്, ഞാൻ ദുബായി വന്നതിൻ്റെ പിറ്റേ ദിവസം രാത്രി ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ടൊന്ന് പുറത്തിറങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ പോയത് അൽസീഫിലേക്കാണ്. അൽസീഫിലാണെങ്കിൽ നല്ല കാറ്റായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. നല്ല കാറ്റ്, നല്ല തണുത്തിരിക്കുമായിരുന്നു. അപ്പം കുറച്ച് നേരം ഇവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാനായിരുന്നു പ്ലാന്. അങ്ങനെ അബ്രയുടെയൊക്കെ ഭംഗി ആസ്വദിച്ച് കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു, കാര്യമൊക്കെ പറഞ്ഞ്. ഇങ്ങനെ അക്കരെ കണ്ട നേരെ അക്കരെ അവിടെയാണ് നമ്മുടെ എയർപോർട്ട്, ഫ്ലൈറ്റ് പോകുന്നതൊക്കെ കാണാം. മാമാട്ടി ഇങ്ങനെ അവരുടെ അടുത്ത് കുറച്ച് കുറേ നാളായില്ലേ കണ്ടിട്ടേ, അതൊരു പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ ഹൈവേയുടെയും ഒക്കെ കയ്യിൽ പോയി ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അത് ഞങ്ങൾ നേരെ കരാമയ്ക്ക് കീർത്തിയിലാണ് ഫുഡ് കഴിക്കാൻ പോയത്. ഞങ്ങൾ സ്ഥിരമായിട്ട് കീർത്തിയിലാണ് പോകാറ്. മിക്കപ്പോഴും ആ കീർത്തിയിലൊക്കെയാണ് പോകാറ്. ദുബായ് വന്നാൽ അവിടുത്തെ ഫുഡാണ് ഞങ്ങൾ കഴിക്കാറ് കൂടുതലും. അങ്ങനെ കീർത്തിയിലൊക്കെ പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ആദ്യം സുലൈമാനിയൊക്കെ കുടിച്ചു. പിന്നെ ഞാനും അഫ്സലും പിന്നെ ചേട്ടനും ഹൈബയും തട്ടുദോശ, ആദ്യം ഒരു സ്റ്റാർട്ടറായിട്ടൊരു ചിക്കൻ ഡ്രാഗനാണ് പറഞ്ഞത്. അങ്ങനെ അത് കഴിച്ചു. മാമാട്ടിയും കഴിക്കാൻ കൊടുത്തു. അവൾക്കാണെങ്കിൽ പനി വന്ന് പിന്നെ ഫുഡ് കഴിക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ അവളെ കഴിപ്പിച്ചു. അപ്പോൾ തന്നെ ഞങ്ങൾ തട്ടുദോശയൊക്കെ വന്നായിരുന്നു. പിന്നെ ഒരു ചട്ടി ബീഫ് കറിയാണ് പറഞ്ഞത്. 5 ഫിലിപ്പാണെങ്കിൽ കിഴി പൊറോട്ടയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു. മാമാട്ടിയാണെങ്കിൽ ഇച്ചിരി ഒന്ന് കഴിച്ചതേ ഉള്ളൂ, പിന്നെ കഴിക്കുന്നതേ ഇല്ലായിരുന്നു. വായിക്കാതെ രുചിയില്ലാത്തത് കൊണ്ടായിരിക്കും. നല്ല ഫുഡായിരുന്നു. തട്ടുദോശയും ബീഫ് കറിയും നല്ലായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. 5 കിഴി പൊറോട്ടയും വന്നു. പുള്ളിക്കാരി അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഭയങ്കര തണുപ്പ് കാരണം അധികം നേരം പുറത്തൊന്നും നിന്നില്ല. അപ്പോൾ ഞങ്ങളെ ദുബായിൽ ഇറക്കിയിട്ട് അവർ ഷാർജയ്ക്ക് പോയി, അഫ്സലൊക്കെ. പിന്നെ വന്നപ്പം കുഞ്ഞിൻ്റെ സ്മോളർ അവിടെ അഫ്സലിൻ്റെ റൂമിലായിരുന്നു. അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നായിരുന്നു. അപ്പം ബൈ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. മാമാട്ടിയുടെ വണ്ടി കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ അവർക്ക് ടാറ്റ പറഞ്ഞു.